കാർഷിക വാർത്തകൾ. രാജ്യാന്തര കുരുമുളക് വിലയിൽ മാറ്റമില്ല. റബ്ബർ വില ഉയർന്നു. ഏലക്കയുടെ ഡിമാൻഡ് വർദ്ധിച്ചു. വിയറ്റ്നാമിൽ നിരക്ക് സ്റ്റഡിയായി നിലകൊണ്ടതിനാൽ ഇതര ഉൽപ്പാദന രാജ്യങ്ങളിലും മുളക് വിലയിൽ മാറ്റമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും US മാർക്കറ്റിൽ നിന്നും പുതിയ ആവശ്യക്കാരെത്തിയാൽ നാളെ വിലയിൽ ഉണർവ് സംഭവിക്കാമെന്ന പ്രതീക്ഷയിലാണ് മുൻനിര ഉൽപ്പാദന രാജ്യങ്ങൾ. ഇന്ത്യൻ കുരുമുളക് വില ടണ്ണിന് $850. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് വില കിലോ 680 രൂപയിലും ഗാർബിൾഡ് 700 രൂപയിലും വ്യാപാരം നടന്നു. പ്രമുഖ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ കാണിച്ച ഉത്സാഹം റെഡി മാർക്കറ്റായ ബാങ്കോക്കിൽ റബ്ബർ വില ഉയർത്തി. ജപ്പാനിൽ റബ്ബർ കിലോ 312 യെന്നിൽ നിന്നും 318 കയറി. രാജ്യാന്തര റബ്ബർ വില കിലോയ്ക്ക് 325 നിന്നും 336 യെന്നിലേക്ക് ഉയരാനുള്ള സാധ്യതകൾ തെളിയുന്നത് കണ്ട് ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ കൊച്ചി, കോട്ടയം വിപണികളിൽ പിടിമുറുക്കി. ടയർ മേഖലയിൽ നിന്നുള്ള വാങ്ങൽ താൽപ്പര്യം 4ാം ഗ്രേഡിനെ 18,400 രൂപയിൽ നിന്നും 18,600 രൂപയിലേക്ക് ഉയർത്തി. വില ഉയർന്നെങ്കിലും കാർഷിക മേഖലയിൽ നിന്നുള്ള ചരക്ക് നീക്കം ഇന്നും കുറഞ്ഞ അളവിൽ മാത്രമായിരുന്നു. കർഷകരും മധ്യവർത്തികളും ഏലയ്ക്ക വിറ്റഴിക്കാൻ ഉത്സാഹിച്ചു. കാർഷിക മേഖലയിൽ രാവിലെ നടന്ന ലേലത്തിൽ ഇന്ന് വിൽപ്പനയ്ക്കിറങ്ങിയത് 1.25 ലക്ഷം കിലോ ഏലക്കയാണ്. കയറ്റുമതിക്കാരിൽ നിന്നും ഉത്തരേന്ത്യൻ വാങ്ങലുകാരിൽ നിന്നുമുള്ള ഡിമാൻഡിൽ ശരാശരി ഇനങ്ങൾ കിലോയ്ക്ക് 2,471 രൂപയിലും വലിപ്പം കൂടിയ ഇനങ്ങൾ 2,775 രൂപയിലും കൈമാറ്റം നടന്നു. മൊത്തം 1,21,699 കിലോ ഏലക്കയുടെ ലേലം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് നൂതന സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ അഗ്രി നെക്സ്റ്റ് പദ്ധതി വരുന്നു. സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ വളർച്ച ലക്ഷ്യമാക്കി കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോകബാങ്ക് സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന ബൃഹത് പദ്ധതിയായ കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷന്റെ ഭാഗമായാണ് KSUMന്റെ അഗ്രി നെക്സ്റ്റ്. അഗ്രി നെക്സ്റ്റ് പദ്ധതിയിൽ കർഷകർ, കാർഷിക ഉൽപാദന സംഘടനകൾ, കൃഷി വിദഗ്ധർ, കാർഷിക മേഖലയിലെ സംരംഭകർ എന്നിവർക്ക് കാർഷിക മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവ സ്റ്റാർട്ടപ്പുകളായി പങ്കുവയ്ക്കാം. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് സംഭാവന നൽകാൻ കഴിയുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഇതിനുള്ള പരിഹാരങ്ങൾ നൽകാം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ എന്നിവയ്ക്ക് അഗ്രി നെക്സ്റ്റ് പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാം. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നൂതന ആശയങ്ങളോ സാങ്കേതിക വിദ്യകളോ ഉള്ള സ്റ്റാർട്ടപ്പുകളാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. സാങ്കേതിക വിദ്യ കർഷകർക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംരംഭകർക്കും ഉപയോഗപ്രദമാകണം. സ്റ്റാർട്ടപ്പുകൾക്ക് KSUM ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. തെരഞ്ഞെടുത്ത സ്റ്റാർട്ടപ്പുകളെ ഇൻക്യുബേഷൻ നടത്താൻ KSUM പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് സഹായിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ ഗ്രാന്റ് ലഭിക്കും. ഈ പദ്ധതിയിലൂടെ കേരളത്തിലെ 40,000 കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊപ്ര വരവ് വർദ്ധിച്ചിട്ടും വെളിച്ചെണ്ണ വില ഉയരുന്നു. വെളിച്ചെണ്ണയുടെ മൊത്ത വില കേരളത്തിൽ കിലോയ്ക്ക് 362 രൂപയിലെത്തി. വിളവെടുപ്പ് സീസൺ ആരംഭിക്കുന്നതോടെ ഓണത്തിനു ശേഷം വില കുറയുമെന്ന് വ്യാപാരികൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മൊത്ത വിലയിൽ കേരളത്തിൽ കിലോയ്ക്ക് 362 തമിഴ്നാട്ടിൽ 310 രൂപ വരെ വില ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ 222 രൂപയും തമിഴ്നാട്ടിൽ 217 രൂപയുമാണ് നിലവിലെ കൊപ്ര വില. കൊപ്ര വരവ് വർദ്ധിച്ചതിനെ തുടർന്ന് ഓണത്തിന് ശേഷം വില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി കൊച്ചിൻ ഓയിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തലത്ത് മഹമ്മൂദ് പറഞ്ഞു. എന്നാൽ വില സ്ഥിരമായി തുടരുന്നു. വെളിച്ചെണ്ണയുടെ ചില്ലറ വിൽപ്പന വില 390 രൂപയുടെ പരിധിയിൽ തുടരുന്നതിനാൽ ഉപഭോക്താക്കൾ വില കുറഞ്ഞ ഭക്ഷ്യ എണ്ണകളിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്നു. കൊപ്രയുടെ വില കുതിച്ചുയരുന്നത് വെളിച്ചെണ്ണ വ്യവസായത്തെ ബാധിച്ചു. തമിഴ്നാട്ടിലെ പല വ്യാപാര കേന്ദ്രങ്ങളും കൊപ്ര കൈവശം വെച്ചിരിക്കുന്നതാണ് വില ഈ നിലയിൽ തുടരുന്നതിന് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. സാധാരണയായി വിളവെടുപ്പ് ആരംഭിക്കുന്നതോടെ വില കുറയും. എന്നാൽ ഇത്തവണ വിപരീതമായാണ് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ ഉൽപാദന രാജ്യങ്ങളിലെ തേങ്ങയുടെ ലഭ്യതക്കുറവ് മൂലം തേങ്ങയ്ക്കുള്ള കയറ്റുമതി ആവശ്യകത വർദ്ധിച്ചതാണ് വില സ്ഥിരമായി തുടരാൻ കാരണമെന്ന് വിപണി വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഞ്ചസാര കയറ്റുമതിക്ക് അനുമതി നൽകി കേന്ദ്ര സർക്കാർ. 2025-26 സീസണിൽ 1.5 മില്യൺ ടൺ പഞ്ചസാരയാകും കയറ്റുമതി ചെയ്യുക.
2025-26 സീസണിൽ 1.5 മില്യൺ ടൺ പഞ്ചസാര കയറ്റുമതി നടത്തുന്നതിനാണ് അനുമതി നൽകിയത്. ഒക്ടോബർ മുതൽ കയറ്റുമതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. പഞ്ചസാര സിറപ്പിന്റെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ 50% തീരുവ പിൻവലിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് എഴുതിയ കത്തിലാണ് ഇക്കാര്യം പ്രഹ്ലാദ് ജോഷി പറഞ്ഞത്. 2 മില്യൺ ടൺ പഞ്ചസാര കയറ്റുമതിക്ക് അനുമതി നൽകണമെന്നായിരുന്നു വ്യവസായ മേഖലയുടെ ആവശ്യം. 2024-25 സീസണിൽ 1 മില്യൺ ടൺ പഞ്ചസാര കയറ്റുമതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെങ്കിലും 8 ലക്ഷം ടൺ മാത്രമാണ് കയറ്റി അയച്ചത്. സ്റ്റോക്കിന്റെ അളവ് കൂടിയതിനാലാണ് പഞ്ചസാര കയറ്റുമതിക്ക് അനുമതി നൽകിയത്. എഥനോൾ ഉൽപ്പാദനത്തിനായി മാറ്റിവെച്ച പഞ്ചസാര പൂർണ്ണമായും ഉപയോഗിക്കാതിരുന്നതോടെയാണ് അധിക സ്റ്റോക്ക് വന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. 3.5 മില്യൺ ടൺ പഞ്ചസാരയാണ് മില്ലുകൾ എഥനോൾ ഉൽപ്പാദനത്തിന് നൽകിയത്. 2025-26 വർഷത്തിൽ 34 മില്യൺ ടൺ പഞ്ചസാര ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് കണക്കുകൾ. ഇതിൽ 28.5 മില്യൺ മാത്രമേ രാജ്യത്തിന് ആവശ്യമായി വരൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.